അല്ലേ സാർ? അത്രയും ഫലം പെട്ടെന്ന് കണ്ടുപിടിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് നമ്മൾ ലാൻഡ് എടുക്കുമ്പോൾ അവിടെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്കറിയാലോ, അതിൻ്റെ ചില പ്രശ്നങ്ങൾ വന്നു. അത് വീണ്ടും എടുക്കേണ്ടതാണ്. കേരളത്തിന് ഒരു ഇതുപോലുള്ള ഒരു സ്ഥാപനം അനിവാര്യമാണ്. അതിനുവേണ്ടി ശ്രമിക്കും. സാർ, എൻ്റെ പേര് ഷാഫി, അമ്പനിക്കാട് വീട്. സാർ, MP എന്ന നിലയിലും അതിലുപരി UPA സർക്കാരിൽ താങ്കൾ ഒരു മന്ത്രിയായിരിക്കും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് മണ്ഡലത്തെക്കുറിച്ചുള്ള അങ്ങയുടെ വികസന കാഴ്ചപ്പാട്? പെരിന്തൽമണ്ണയിലെ അലിഗഡ് സർവകലാശാലയുടെ ശോചനീയ അവസ്ഥക്ക് പരിഹാരമുണ്ടാവുമോ? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അലിഗഡ് ഓഫ് ക്യാമ്പസ് എന്നുള്ളത് UPA ഗവൺമെന്റിന്റെ ആശയമായിരുന്നു. നാനാജാതി മതസ്ഥർക്കും ഗുണം കിട്ടുന്ന ഏറ്റവും നല്ല ഒരു എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആയിരുന്നു അത്. പക്ഷെ ആ ക്യാമ്പസ് അപ്പടിയിട്ടിരിക്കുകയാണ്. ഈ ഓഫ് ക്യാമ്പസ് എന്നുള്ള ആശയത്തിന് തന്നെ BJP ഗവൺമെന്റ് എതിരാണ്. അവർ ഫണ്ടൊന്നും തരുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഞാനും അലിസാഹിബും ഒക്കെ ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റിനെ ഇടപെടിക്കാൻ നോക്കി. പക്ഷെ അതും ഫലപ്രദമായില്ല. തീർച്ചയായിട്ടും UPA വീണ്ടും വന്നാൽ, രാഹുൽ ഗാന്ധി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നാൽ അലിഗഡ് ക്യാമ്പസ് പൂവണിയും, യാതൊരു സംശയവുമാകാൻ. സർ, അതുപോലെ തന്നെ BJP സർക്കാർ പൂട്ടിയ മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസ് തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് താങ്കൾക്കുള്ള ആ ഒരു മുന്നേറ്റം എങ്ങനെയായിരിക്കും? പാസ്പോർട്ട് ഓഫീസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള നിലക്ക് ജില്ലകളിലുള്ള എല്ലാം കൂടി ഏകോപിപ്പിക്കുകയാണ് ചെയ്തത്. അത് വേണ്ടിയിരുന്നോ? ഇത്രയധികം തിരക്കുള്ള മലപ്പുറത്ത് ഒരു ഓഫീസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണ്ടതല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കും. ഹലോ സാർ, എൻ്റെ പേര് അഫീഫ് അലി, മണ്ണാർക്കാട് MES കോളേജിലാണ് പഠിക്കുന്നത്. ഹലോ, കുറച്ച് മുന്നേ 2 ആഴ്ച മുന്നേ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നു എന്ന ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ പടർന്നിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ UDFന്റെ എല്ലാ ക്യാമ്പുകളും വളരെ ആവേശത്തോടു കൂടി ആ വാർത്തകൾ ഏറ്റെടുക്കുകയും ഒരുപക്ഷെ കേരളത്തിൽ 20 സീറ്റും UDF വിജയിക്കുമെന്ന രീതിയിലേക്ക് ആ വാർത്ത കേരളത്തിലാകെ പടർന്ന് പന്തലിക്കുകയും ചെയ്തു. ഈ വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കി കണ്ടിരുന്നത്? അതുപോലെ LDFന്റെ ക്യാമ്പുകൾ മുഴുവനും രാഹുൽ ഗാന്ധിക്ക് എതിരെയുള്ള പോസ്റ്റുകളും രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് BJPയെ പേടിച്ചിട്ടാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും നടത്തിയിരുന്നു. ഒരു പക്ഷത്ത് CPM രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുകയും കോൺഗ്രസിനെയാണ് ഞങ്ങൾ പാർലമെന്റിൽ പിന്തുണക്കുക എന്ന് പറയുകയും മറുഭാഗത്ത് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നു. ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല, CPMന് ഒരു വലിയ ഞെട്ടലുണ്ടായിട്ടുണ്ട്. അടുത്തൊന്നും അവരതിൽ നിന്ന് പുറത്തു വരും എന്ന് തോന്നുന്നില്ല. ഇതെന്താണ് ഈ സംഭവിച്ചത് എന്നുള്ളത് നോക്കി അവർ പകച്ചിരിക്കുകയാണ്. ഇനി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പലതുമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു വസ്തുതയുമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യക്ക് മുഴുവൻ വേണ്ടിയാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ ഒന്നും എതിരായ ഒന്നുമല്ല, ഈ രാജ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഗുണം തീർച്ചയായും UPAക്ക് കേരളത്തിൽ, കർണാടകയിൽ, സൗത്തിൽ, ഇന്ത്യ ഒട്ടാകെ കിട്ടും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളത്തിൽ ഒരു 20-20 അടിച്ചാൽ അതിൽ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. എൻ്റെ പേര് ഷമീർ, നമ്മുടെ പെരിന്തൽമണ്ണക്കടുത്ത് കുന്നപ്പള്ളി സ്വദേശിയാണ്. നിലവിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യുകയാണ്. കേരളത്തിൽ IT വിപ്ലവം നടപ്പിലാക്കിയ ഒരു വ്യവസായ മന്ത്രി, IT വകുപ്പ് മന്ത്രിയാണ് താങ്കൾ. ആ ഒരു ലെവലിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്ക്, കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി, തൃശ്ശൂർ സൈബർ പാർക്ക്, UL സൈബർ പാർക്ക് കോഴിക്കോട്, മലപ്പുറം ജില്ലക്ക് ഒരു സൈബർ പാർക്ക്, ഇവിടുത്തെ ഇത്രയും യുവാക്കൾ IT മേഖലയിൽ ഇത്രയും പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിവുള്ള മലപ്പുറത്തെ യുവാക്കൾക്ക് ഒരു IT പാർക്ക് തങ്ങളുടെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും? അല്ല, നമ്മൾ ആ സമയത്ത് മലപ്പുറം കൂടി ട്രൈ ചെയ്തതാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറേ അധികം സ്ഥലം വാങ്ങി കാക്കഞ്ചേരി ഒരു ഫുഡ് പാർക്ക്, വലിയൊരു പാർക്കുണ്ട്, കാക്കഞ്ചേരി പാർക്ക്. നമ്മൾ കൊണ്ടുവന്ന, ഞാൻ സഹമന്ത്രിയായിരുന്ന സമയത്താണ് അതിന് ഇനിഷ്യേറ്റീവ് ചെയ്ത് അത് പ്രാവർത്തികമാക്കി. അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് വന്നത് ഇനോഗ്രേറ്റ്. അതിൽ ഒരു ബിൽഡിംഗ്
ഒരെണ്ണം അന്നേ ഐടിക്ക് കൊടുത്തതായിരുന്നു. പക്ഷേ ടെക്നോ പാർക്ക്, തിരുവനന്തപുരം ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് കൊച്ചി, സ്മാർട്ട് സിറ്റി, സൈബർ പാർക്ക്, ഇതൊക്കെ കുറച്ചും കൂടി വലിയ സിറ്റിയിലാണ് ലൊക്കേറ്റ് ചെയ്യാൻ സൗകര്യം. ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം കൊച്ചിയൊക്കെ മുന്നോട്ട് പോകാൻ. കാരണം സോഷ്യൽ ലൈഫ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഒരുപാട് ആളുകൾ വന്നു പോകുമ്പോൾ അതിൻ്റെ സൈഡ് സൗകര്യങ്ങളൊക്കെ വേണം. അതാണ് ഈ ബാംഗ്ലൂരൊക്കെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ലെവലിലേക്ക് ഇതുവരെ നമ്മുടെ ജില്ല വന്നിരുന്നില്ല. തീർച്ചയായും നമുക്ക് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ കാലിക്കറ്റ്, മലപ്പുറം ഡിസ്റ്റൻസ് ഒക്കെ കുറഞ്ഞു വരികയാണ്. ഡിസ്റ്റൻസേ ഇല്ല, എല്ലാം ഒരു സിറ്റിയായി മാറി. ഇനി അതൊക്കെ സാധിക്കും, നമുക്ക് ഭാവിയിൽ ആലോചിക്കാം. ഇതുവരെ കോളേജിന്റെ ആവശ്യങ്ങൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല, MCA ചെയ്യാൻ അംഗീകാരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തുടങ്ങി വെച്ച പണികൾ പെട്ടെന്ന് പൂർത്തീകരിക്കാനും അതുപോലെ MCA അംഗീകാരം നമുക്ക് പെട്ടെന്ന് ലഭിക്കാനും കോളേജിന്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് ലഭ്യമാക്കാനും വേണ്ടി താങ്കൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അല്ലേ, നമ്മൾ ജനകീയ പങ്കാളിത്തത്തോടു കൂടി എന്ന് പറയാം കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ്. ഇതുപോലെ ഇത്ര വേഗത്തിൽ, ഇത്ര സ്പീഡിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കേരളത്തിൽ എവിടെയും ഇതേവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ പുതിയൊരു കോളേജ് എന്നുള്ള അതിന് ഒരുപാട് ഇനീഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. ആയിപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് ഭഗീരഥ ശ്രമം ഉണ്ടാവും. അത് ഏറ്റവും വലിയ പ്രയോറിറ്റിയാണ് കാര്യത്തിൽ സംശയം. ഒരു ചോദ്യം കൂടി, കാരണം സമയമായി. ഫോട്ടോ എടുക്കണം, എല്ലാവരും മാസ്ക് ഒന്ന് ധരിക്കും. സർ, എൻ്റെ പേര് അജ്മൽ ബാബു. എനിക്ക് ചോദിക്കാനുള്ളത്, രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിലൂടെ രാജ്യത്തെ രാഹുൽ ഗാന്ധി നൽകുന്ന സന്ദേശം ഇന്ത്യ മുഴുവൻ എൻ്റെ നാടാണ്. അവിടെ സൗത്ത് ഇന്ത്യ ഇല്ല, ദക്ഷിണേന്ത്യ ഇല്ല, നോർത്ത് ഇന്ത്യ ഇല്ല, ഒന്നുമില്ല. നേരെ മറിച്ച് മോഡിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മോഡി അങ്ങനെ അങ്ങ് ഇന്ത്യയിലെ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ പല ഭാഷ, പല നിറം, പല മതം, പല സംസ്കാരം, പലവിധ ട്രഡീഷൻ, പല ഭക്ഷണം പോലും വൈവിധ്യം പാടില്ല എന്ന് പറയുന്നവരാണ്. അവർക്ക് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ശരിക്കും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും അർഹൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാൻ അദ്ദേഹമാണ് എന്ന് തെളിയിക്കുന്നു. അവിടെ സൗത്തും ഇല്ല, നോർത്തും ഇല്ല, ഇന്ത്യയാണ്. ഒരേ ഒരു ഇന്ത്യ, ഓൺലി വൺ ഇന്ത്യ. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധി. ഓക്കെ, അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഏറ്റവും ഇന്റലിജന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാവരും ചോദിച്ചത്. എംപ്ലോയ്മെന്റ് ജനറേഷൻ മുതൽ UP അധികാരത്തിൽ വന്നാൽ അലിഗർ ക്യാമ്പസ് എന്താവും എന്ന് തുടങ്ങി ഏറ്റവും ബുദ്ധിപൂർവ്വം യങ് ജനറേഷൻ ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമുക്കൊരു എഡ്യൂക്കേഷനാണ്, നമുക്കൊരു പാഠമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കും. അതാണ് പറയാറ്. ബൈ. ഒന്നവിടെ നിൽക്കണം ദയവ് ചെയ്ത്. നമ്മുടെ കുട്ടികളെല്ലാവരും